ശ്രീ ചാണ്ടിയുമ്മൻ അന്ന് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് വി ഡി സതീശൻ അവസാന നിമിഷം ഒഴിവാക്കപ്പെട്ടു എന്ന മട്ടിൽ ചില സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ ചാണ്ടിയുമ്മൻ ഒഴിവാക്കപ്പെട്ടു എന്നതാണ് ആ സാമൂഹിക മാധ്യമത്തിലെ ചർച്ചകളുടെ ഒരു കണ്ടന്റ്. അതിലെന്തെങ്കിലും കാര്യമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? അതും ഇതുമായിട്ട് വല്ല ബന്ധമുള്ളതാണോ? ആ സാഹചര്യം ഈ സാഹചര്യമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഇപ്പോൾ വി ഡി സതീശൻ എന്ന് പറഞ്ഞ മനുഷ്യൻ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി വിട്ടേക്കൂ, മനുഷ്യൻ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹത്തിൻ്റെ സംസാരം നിങ്ങൾ കേട്ടിട്ടില്ലേ? അദ്ദേഹം എല്ലാവരെയും പറ്റി റെസ്പെക്റ്റോടു കൂടിയാണ് സംസാരിക്കുക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്തറിയോ? അദ്ദേഹത്തിൻ്റെ ജ്ഞാനം, അദ്ദേഹത്തിൻ്റെ ഒരു വിസ്ഡം. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ പ്രാർത്ഥിക്കുന്നത് സോളമനെ പോലാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ഈ ജനത്തെ നയിക്കുവാൻ, അങ്ങയുടെ ജനത്തെ, ദൈവത്തിൻ്റെ ജനത്തെ നയിക്കുവാൻ എനിക്ക് ബുദ്ധി തരണേ, അല്ലെങ്കിൽ എനിക്ക് ശക്തി തരണേ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിസ്ഡത്തിൽ അദ്ദേഹം എടുത്ത തീരുമാനം, അദ്ദേഹത്തിൻ്റെ സാഹചര്യം എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അത് ഞാൻ അതിനെ പാസ്റ്റിലോട്ട് കണക്ട് ചെയ്യുന്നത് വെരി അൺഫോർച്ചുനേറ്റ് ആണ്. അതിനെ പാസ്റ്റിലേക്ക് എൻ്റെ ഫാദറിൻ്റെ, അതായത് അത്രയ്ക്ക് ഒരു ശൈലി അദ്ദേഹം പ്രവർത്തിക്കുന്നത് നിങ്ങൾ പറയുന്ന പോലെ ശരിയല്ല. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നേയില്ല, അങ്ങനെ കരുതുന്നേയില്ല. ശ്രീ വി ഡി സതീശൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, ആദരണീയനായ കേരളത്തിലെ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞ വാക്കുകൾ ദൈവനിയോഗമാണ്. അപ്പോൾ ദൈവനിയോഗമാണെങ്കിൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളും ആ ദൈവത്തിൻ്റെ പ്രേരണയിലാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സാഹചര്യം എന്താണെന്ന് എനിക്കറിയില്ല. ആ സാഹചര്യത്തെ ജഡ്ജ് ചെയ്യാൻ ഞാൻ ആളല്ല. ആ സാഹചര്യം ഒരിക്കലും എൻ്റെ ഫാദറിൻ്റെ കണക്ഷനുമായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ ഇന്ന് വീണ്ടും പറയുന്നു, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വിലപ്പെട്ടത് തന്നെയാണ് പലതും. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എൻ്റെ പിതാവിൻ്റെ കല്ലറയിൽ കൊത്തിവെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം എന്നോട് ബയസ്ഡ് ആയിട്ടൊരു അപ്രോച്ച് കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. സാഹചര്യങ്ങളാവാം, അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത സാഹചര്യങ്ങളാവാം. ചിലപ്പോൾ അദ്ദേഹത്തിന് പാർട്ടി ലീഡർഷിപ്പിന് എന്തെങ്കിലും വേറെ, എനിക്കറിയില്ല. എൻ്റെ എക്സ്പ്രഷൻ എനിക്കറിയത്തില്ല, അത് എന്നോട് പറഞ്ഞിട്ടില്ല, ഞാനത് ചോദിച്ചിട്ടുമില്ല. കാരണം എന്തായാലും അത് ദാറ്റ് ഈസ് നോട്ട് കണക്റ്റഡ് ടു ദ പാസ്റ്റ്. കറക്റ്റ്. ഈ ചാണ്ടിയുമ്മൻ ഈ മന്ത്രിസഭ രൂപീകരിച്ചതിന് ശേഷം പിന്നീട് മുഖ്യമന്ത്രി ചാണ്ടിയുമ്മനെ വിളിച്ചിരുന്നോ? ഇങ്ങനൊരു വിഷമമുള്ളതായിട്ട് ആരെങ്കിലും പറയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തതിൻ്റെ പേരിൽ? അങ്ങനെ വിഷമം ചാണ്ടിയുമ്മൻ ഇല്ല എന്ന് എനിക്കറിയാം. അതിങ്ങനെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നൊരു ഹൈപ്പാണ്. അതിനും അപ്പുറത്തേക്ക് ചാണ്ടിയുമ്മൻ അത് വിശ്വസിച്ചിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രി വിളിച്ചിരുന്നോ എപ്പോഴെങ്കിലും മന്ത്രിസഭ രൂപീകരിച്ചിട്ട്? അദ്ദേഹം വിളിച്ചിട്ടില്ല. അദ്ദേഹം ധൃതിയാണല്ലോ. അദ്ദേഹം വലിയ ഇപ്പം അറിയാലോ, വകുപ്പ് പോലും അത് തീരുമാനിക്കാത്ത ഒരു സാഹചര്യമാണല്ലോ. അപ്പോൾ അതിൻ്റെ തിരക്കുകളായിരിക്കാം മന്ത്രിസഭ രൂപീകരണത്തിൽ അദ്ദേഹം വിളിച്ചിട്ടില്ല. ഓക്കെ.